ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 969 എന്ന് പറയുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനത് ഷോർട്സ് ആയിട്ടിട്ടിരുന്നു. ഏകദേശം 3 ലക്ഷം ആൾക്കാരോടം കാണുകയും ഒരുപാട് പേർക്ക് ഫലം ലഭിക്കുകയും ചെയ്തിരുന്നു. അതിൽ കുറച്ച് കമൻസൊക്കെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നും കൂടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു 969 ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ അതിനു മുൻപായിട്ടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ ലൈഫിൽ മിറക്കിൾസ് സംഭവിക്കാൻ വേണ്ടി മുരുക ഭഗവാന് നമ്മളൊരു ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്. ആ വീഡിയോയിൽ ഞാൻ സമയം മെൻഷൻ ചെയ്തിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ചൊവ്വാഴ്ച നമുക്ക് ഏതൊരു സമയത്തും അത് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സമയം മെൻഷൻ ചെയ്യാഞ്ഞത്. അതായത് ചൊവ്വാഹോര എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ചൊവ്വാഴ്ച രാവിലെ സൂര്യോദയം മുതൽ, അങ്ങനെയല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി ഒരു 10 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്താണോ ആ ഒരു പൂജ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സമയം സ്പെസിഫൈ ചെയ്യാഞ്ഞത്. കാരണം ചൊവ്വാഴ്ച തുടങ്ങി 6 ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്താലും 6 ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്താലും നിങ്ങൾക്ക് സമയം നോക്കേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരേ ഒരു സമയം സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വെറ്റില എന്ത് ചെയ്യണമെന്നുള്ളതും കുറേ പേര് ചോദിച്ചിരുന്നു. എല്ലാ ദിവസവും നമ്മൾ പുതിയ വെറ്റില തന്നെ എടുക്കണം. ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾ ഈ ഒരു പൂജ ചെയ്തെങ്കിൽ നാളെയും, അതായത് അടുപ്പിച്ച് 6 ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പുതിയ വെറ്റിലയും ഭസ്മവും നിങ്ങൾ എടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. 969 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരാനുള്ള അത്ര പവറുള്ള ഒരു നമ്പറാണ്. 1212 ടെക്നിക്ക് എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും. ആ 1212 ടെക്നിക്കിൻ്റെ അതേ ഫലം സാധാരണ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഒരുപാട് ലേറ്റ് ആയാലും 1212 എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിരുന്നു. അതേപോലെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു 969 എന്ന് പറയുന്നൊരു മെത്തേഡ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വേണം നമ്മൾ ഈ ഒരു 969 എന്ന് പറയുന്ന നമ്പർ എഴുതാൻ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു സമയത്തിന് ഉള്ളിൽ നമ്മളിത് എഴുതിയിരിക്കണം. നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഞാൻ ഈ പറഞ്ഞ സമയത്തിൽ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് എഴുതാം. അടുപ്പിച്ച് 21 ദിവസം നമ്മളിത് എഴുതണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് ആ കമൻസൊക്കെ കാണിക്കാം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുള്ളവരുണ്ട്. 2 ദിവസം കൊണ്ട്, 7 ദിവസങ്ങൾ കൊണ്ടൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത് ഒരേ കറക്റ്റ് സമയത്ത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് വളരെ നല്ലതാണ്. അതായത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിക്ക് എഴുതുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ 21 ഡേയ്സും 7 മണിക്ക് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 7:05, 7:10 അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറിപ്പോയി എന്ന് പറഞ്ഞ് കാര്യസമയം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു കറക്റ്റ് ടൈമിങ് അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോണിൽ അലാറം വെച്ചാൽ മതിയാവും. ആ ഒരു കറക്റ്റ് സമയത്ത് അലാറം അടിക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പേന എടുത്ത് എഴുതാൻ പറ്റും. പിന്നെ ബ്ലൂ കളർ പേനയാണ് ഇതിന് ഏറ്റവും നല്ലത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ പേന വേണമെങ്കിലും, കറുപ്പ് ഒഴിച്ച് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ബ്ലൂ കളറിന് വളരെയധികം ഈ ഒരു കാര്യത്തെ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട്. ഇത് എഴുതുന്നത് ഈ രീതിയിൽ തന്നെ എഴുതണം, നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ആയിട്ട്. ചെയ്തു നോക്കി ഫലം കിട്ടിയവരുടെ കമൻസ്, വളരെ കുറച്ച് കമൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ പോയി ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻസൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കും 21 ഡേയ്സ് തന്നെ എഴുതണമോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 1212 ടെക്നിക്ക് ചെയ്യുന്നവരാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇതും ചെയ്യാമോ എന്നുള്ളത്. ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം രാവിലെ 7 മണിക്ക് നിങ്ങൾ ഈ ഒരു 969 മെത്തേഡ് ചെയ്താൽ ഉച്ചയ്ക്ക് 12 o'clock നിങ്ങൾക്ക് 1212 മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഒരേ സമയം തന്നെ
ഒരേ കാര്യം ചെയ്യരുത്. ഒരേ കാര്യത്തിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് ഈ 2 മെത്തേഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 21 ദിവസം ആഗ്രഹം സാധിച്ചാലും കണ്ടിന്യൂ ചെയ്ത് എഴുതണമോ? അങ്ങനെയില്ല. ഇപ്പം നിങ്ങൾക്കൊരു 10 ദിവസം കൊണ്ട് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ അത് എഴുതണ്ട, അത് വിട്ട് കളഞ്ഞേക്കുക. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് എഴുതി തുടങ്ങാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇത് കയ്യിൽ എഴുതുമ്പം നിങ്ങൾക്ക് സാധിച്ച് കിട്ടേണ്ടുന്ന ആ ആഗ്രഹം സാധിച്ചു കിട്ടി, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ. അതായത് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു, നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു 969 എഴുതുക. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 969 എന്ന് എഴുതുമ്പം നമ്മൾ പേന എടുത്ത് എഴുതുമ്പം തെളിയാതെ വന്നാൽ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടി എഴുതരുത്. അതിനു മുൻപ് നിങ്ങൾ പേന എടുക്കുമ്പം നിങ്ങളുടെ കയ്യിലെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തോ അങ്ങനെ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ആ പേന കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി വരയ്ക്കുക. അതായത് ആ പേന നന്നായിട്ട് തെളിയാൻ വേണ്ടി. എന്നിട്ട് മാത്രം നമ്മൾ നമ്മുടെ കയ്യിൽ ഇത് എഴുതാവുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എഴുതണം. എഴുതി തീർക്കുമ്പം തെളിയാതെ വരികയോ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും നിങ്ങൾ എഴുതാനോ പാടില്ല. ഒറ്റ തവണ മാത്രമേ എഴുതാവുള്ളൂ. പിന്നെ എഴുതി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാഞ്ഞു പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതുമ്പോഴും ആഗ്രഹം നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാധിച്ചു കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അതിൽ നോക്കി നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയതിന് നന്ദി എന്ന് പറയണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ കുറേ പേർക്കുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. ഒരു കുഴപ്പവുമില്ല. ഒരു 5 മിനിറ്റിൽ കൂടുതലൊന്നും ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. അത് മാഞ്ഞു പോയി എന്നും പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല. അത് വീണ്ടും മാഞ്ഞു പോയി, അപ്പോൾ അതിന് മുകളിൽ കൂടി എഴുതണമോ എന്നൊക്കെ കുറേ പേര് ഞാൻ ആ ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൽ സംശയമായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ അത് 5 മിനിറ്റിനുള്ളിൽ മാഞ്ഞു പോയി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു കാര്യം. പിന്നെ ഒരാൾ ചോദിച്ചൊരു സംശയമാണ്, രാവിലെ ഞാൻ ഈ 969 മെത്തേഡ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഴുതി, ഈവനിങ് 4 o'clock മുൻപ് അടുത്ത കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 969 മെത്തേഡ് ചെയ്യാവോ? അതായത് ഒരു ദിവസം തന്നെ 2 പ്രാവശ്യം 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവോ? അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു 969 മെത്തേഡ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. അതായത് 1212 മെത്തേഡും 969 മെത്തേഡും നിങ്ങൾക്ക് 2 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എഴുതാം. പക്ഷേ 2 കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരേ ടെക്നിക്ക് ഒരേ ദിവസം നിങ്ങൾ ഉപയോഗിക്കരുത്. 1212 ടെക്നിക്കും ഇതുപോലെ പവറുള്ളതാണ്. അതും ഒരുപാട് പേര് ചെയ്ത് ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെയും ഷോർട്സും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. വളരെ പവർഫുള്ളായിട്ടുള്ളതാണ്. ഫലം കിട്ടിയാൽ തീർച്ചയായും കമൻ്റ് ഇടാനും മറക്കരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.